നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്നലെ നമ്മളൊരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ, കാണാത്തൊരു കണ്ടോളുക. അത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ 12ാമതൊക്കെ. കാരണം വേറൊന്നുമല്ല, പ്ലസ് ടുക്കാരെ 5 ദുരന്തങ്ങൾ, 5ഒന്നും അല്ല, ദുരന്തങ്ങൾ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ 5 ദുരന്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ആണ്. അത് പലയിടത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുക്കൽ ഒരു അധ്യാപനം എന്നുള്ളതിൽ എനിക്കറിയാൻ പറ്റിയത് അടുക്കൽ എത്തിക്കാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് 100% ഈ കാണുന്ന കുട്ടികളുടെ മിടുക്കാണ്. കാരണം കൂടുതൽ ഇവർ ഷെയർ ചെയ്യുമ്പം ഇത് എത്തേണ്ടിടത്ത് കൃത്യമായിട്ട് എത്തും. പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, പല അധ്യാപകരും പല രക്ഷകർത്താക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിന് പ്രയോജനം കിട്ടുമോ? എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലായ്പ്പോഴും പ്രയോജനം കിട്ടും. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു അധ്യാപനം ഉള്ളത്, നിങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടം. നിങ്ങളുടെ പരീക്ഷ നടത്തണ്ടെന്നോ പരീക്ഷ ഇനി ജീവിതകാലത്ത് വേണ്ടാന്നോ ഒന്നും മാഷ് പറയുന്നില്ല. ഈ നടത്തുന്ന രീതികളും ഒക്കെ അതിനെയൊക്കെ നമ്മളൊന്ന് 100% നിങ്ങളോടൊപ്പം, കുട്ടികളോടൊപ്പം നിന്ന് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഇവിടെ നിന്ന് പറയുന്നുള്ളേ ഉള്ളൂ. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനമാണ്, പരീക്ഷകൾ കഠിനമാക്കും. പക്ഷേ അതിനകത്ത് പോരായ്മകളുണ്ട്. പരീക്ഷകൾ കഠിനമാക്കും, അതുപോലെ A+കളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് പരീക്ഷകൾ കഠിനമാക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിൻ്റെ ആണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. ആദ്യം 8, 9, 10ാം ക്ലാസ്സിൻ്റെ ഒക്കെയാണ്. കാരണം 70,000 ചില്ലുവാൻ A+ ആണ് കഴിഞ്ഞ വട്ടം കേരളത്തിൽ കിട്ടിയേക്കുന്നത്. അതായത് 4-1 കുട്ടികൾക്കും ഫുൾ A+, ഒരു A+, 2 A+, ഫുൾ A+ നേടിയ കുട്ടികൾ 70,000 കൂടുതൽ കുട്ടികളാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ റിസൾട്ട് 99.9 എന്നൊക്കെ പോയി കഴിയുമ്പോൾ ആരും തോക്കുന്നൊന്നുമില്ല. അന്നേരം ആ രീതിയിൽ വരുമ്പോഴത്തേന് അത് കഠിനമാക്കുമെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ബാധിച്ചേക്കുന്നത് നമ്മുടെ +2, +1കാരെയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട, സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്, ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 20% ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, വെരി വെരി ഡിഫിക്കൽട്ട്, ആൻഡ് 30% ആവറേജ് ക്വസ്റ്റ്യനും ബാക്കി 50% ആവറേജ് ക്വസ്റ്റ്യനും, അന്നേരം 20, 50, 30% ഈസി ക്വസ്റ്റ്യൻ എന്നാണ്. ഇപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാം മാറ്റി. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം പറയാൻ പോകുന്ന ഇതാണ്, ഇത് ഇപ്പോഴല്ല ഇതെല്ലാം ചെയ്യേണ്ടത്. +1, +2കാരോട് ഇപ്പോഴല്ല ഇത് ചെയ്യേണ്ടത്. ഇവർക്ക് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പം പറയണം, ഇതുപോലെ ഈ വർഷം ഇങ്ങനെ ആയിരിക്കണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയാനുള്ള മാക്സിമം വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാക്സിമം മര്യാദ വിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ട് നിർബന്ധമായിട്ട്. ഇത് പരീക്ഷിക്കാനുള്ളൊരു വസ്തുക്കളായിട്ട് +1, +2 കുട്ടികൾ, പ്രത്യേകിച്ചും +2 കുട്ടികളെ എടുക്കുന്നതാണ് ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ വർഷം ഇത് പെട്ടെന്ന്, ഇപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, നിങ്ങൾ തന്നെ കമൻസ് ഇട്ടോളുക. ഇനി എന്തും വേണ്ടി റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കാൻ ഇഷ്ടം പോലുണ്ട്. പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ, അതിനിടയിൽ മോഡൽ പ്രാക്ടിക്കൽ, മോഡൽ തിയറി, പിന്നെ പബ്ലിക് എക്സാമിൻ്റെ പ്രാക്ടിക്കൽ, പബ്ലിക് എക്സാമിൻ്റെ തിയറി. റോബോട്ടുകളല്ലല്ലോ കുഞ്ഞുങ്ങൾ. ഇതൊക്കെ നേരത്തെ ആദ്യം പോലെ അറിഞ്ഞിരുന്നെങ്കിൽ അവരതിനനുസരിച്ച് കൃത്യമായിട്ടും വന്നിരുന്നേ. അതിനിടയിൽ ആരെണ്ണം പറഞ്ഞ പോലെ എല്ലാവരുടെ ദുരന്തങ്ങളും ഒരുമിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഡിയേറ്റ് പോലെയാണ് നമ്മുടെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ. ഒരാവശ്യമില്ലാത്തൊരു കാര്യം അത് പുത്തനായിട്ടുള്ള രീതി ഈ വർഷം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. അന്നേരം ഇത് കാണുന്ന വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർഷത്തേക്ക് ഇത് മാറ്റുക. അടുത്ത വർഷം മുതൽ നിങ്ങൾ ആദ്യം മുതലേ നടപ്പാക്കുക. ഈ വർഷം കുട്ടികളെ പുത്തൻ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇടാതെ പരമാവധി നോക്കുക. ചിലർ പറയുന്നുണ്ട് കുട്ടികളുടെ സ്റ്റാൻഡേർഡ് കൂട്ടാനാണ്. കുട്ടികളുടെ സ്റ്റാൻഡേർഡ് കൂട്ടാതിരിക്കരുത്, കൂട്ടണം. ആദ്യം ചെയ്യേണ്ടത് 8, 9, 10 മുതലുള്ളിടത്ത് നിങ്ങൾ വിജയശതമാനം എല്ലാവരും ജയിപ്പിക്കാതെ വിജയശതമാനം കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ അവരെ കൊണ്ടുവന്നതിന് ശേഷം +1 കൊണ്ടുവന്ന് പതുക്കെ അതിനൊരു കാലോചിതമായ മാറ്റമാണ് വേണ്ടത്. അല്ലാതെ +2 ഡിസംബറിൽ പറയുകയാണ് ഞങ്ങൾ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് മാറ്റാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത പൊട്ടത്തരമാണ് ആ പറയുന്നതല്ല. അന്നേരം ഈ കുട്ടികളെ ആ രീതിയിലോട്ട് ചൂഷണം ചെയ്യരുത്. കാരണം കൃത്യമായും ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളിൽ മാറ്റം വരണം. അത് എടുത്തെടുത്ത് പറയുന്ന ഒന്ന്, ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റുക. നേരത്തെ മുന്നറിയിപ്പ് കുട്ടികൾക്കും അധ്യാപകർക്കും കൊടുത്ത്, അധ്യാപകരും സത്യം പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന കേരളത്തിലെ ഒരുപാട്
വേറൊരു പ്രതിനിധിയായിട്ട് ഞാനും പറയുന്നത്. അവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് മാറി പറയുന്ന അധ്യാപകർക്കും വിഷമം തന്നെയാണ്. അന്നേരം 2, മാത്സ് ലാബിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഗവൺമെൻറ് കൊണ്ടുവരണം. 3, ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞത് ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഉച്ചയ്ക്കാണ് പരീക്ഷ. മാർച്ച് ഉച്ചയ്ക്കാണ് പരീക്ഷ. നട്ടുച്ചയ്ക്ക് പരീക്ഷ തുടങ്ങുകയാണ് പ്ലസ് ടുക്കാർക്ക്. പ്ലസ് 1 പ്ലസ് 2 എനിക്കൊന്ന് ഉച്ചയ്ക്ക് തന്നെയാണ്. ഉച്ചയ്ക്ക് വേറൊരു പ്രത്യേക കാര്യമുണ്ട്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വളരെ കാര്യമായിട്ട് വരേണ്ടതാണ്. നോമ്പ് നോക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ പരീക്ഷ എഴുതുന്നുണ്ട്. 10ാം ക്ലാസ് പ്ലസ് 2 എല്ലാം. ഈ കുഞ്ഞുങ്ങൾ നട്ടുച്ചയ്ക്ക് പരീക്ഷ എഴുതുമെന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു തെറ്റായ ഒരു തീരുമാനമാണ്. ഇതെന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നെന്നുള്ളത് ആ കുട്ടികളൊക്കെ കമന്റ് ഇട്ടപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നി. ഒരിക്കലും അത് അനുവദനീയമല്ല. രാവിലെ ആക്കുക പരീക്ഷ. അതുപോലെ പരീക്ഷകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ കൃത്യമായിട്ടും കൂട്ടുക. അതായത് ഫിസിക്സിന് നിങ്ങൾ 5-6 ദിവസമോ ബയോളജിക്ക് 5-6 ദിവസം കൂട്ടണമെന്നല്ല, മിനിമം 3 ദിവസമെങ്കിലും മിനിമം ഒരു പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഇട്ട് വേണം പരീക്ഷകൾ നടത്താൻ. അങ്ങനെ ആയില്ലെങ്കിൽ, ഈ ടൈം ടേബിളിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പം കൃത്യമായ മാറ്റങ്ങൾ വരുമായിരുന്നു. ടൈം ടേബിളിൻ്റെ മാറ്റങ്ങൾ കൃത്യമായി വന്നുകൊണ്ടാണ് നമ്മളിത് എടുത്തെടുത്ത് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളോടുകൂടി ഈ വർഷം നല്ല രീതിയിൽ നടത്തിയിട്ട് അടുത്ത വർഷം മുതൽ ആദ്യമേ കുട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അധ്യാപകരും വിദ്യാർത്ഥികളും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവും. വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും അവർ പരീക്ഷയ്ക്ക് എത്തുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പറഞ്ഞിട്ട് 1 മാസമേ ഉള്ളൂ പരീക്ഷ. അതുപോലെ തന്നെ മാത്സിൻ്റെ പ്രാക്ടിക്കലിന് എവിടുത്തെ നിയമമാണെന്നുള്ളതാണ്, എവിടുത്തെ രീതികളാണ് ഇതൊക്കെ. 10 ദിവസം കൊണ്ട് അധ്യാപകർക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ 12 എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതികളും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് അങ്ങ് റെഡിയാക്കാം. ഇതൊക്കെ എന്തൊരു കാര്യം! അധ്യാപകർ മനുഷ്യരല്ലേ? അവരിനി ഇത് പഠിച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണെന്ന് ഒരധ്യാപകരും പറയത്തില്ല. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ അടുത്ത വർഷത്തേക്ക് വെക്കുക. ഈ വർഷത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അന്നേരം വളരെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടൈം ടേബിളിൻ്റെ മാറ്റം, മാത്സിൻ്റെ പ്രാക്ടിക്കലിൻ്റെ വ്യത്യാസം വരുത്തുന്നത്, അതുപോലെ തന്നെ അതിനൊക്കെ കൃത്യമായ മാറ്റങ്ങൾ വരുത്തണം. കാരണം എന്നാലേ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ, കുട്ടികൾ മാത്രമല്ല ഡിപ്രഷൻ സ്റ്റേജിലോട്ട്, രക്ഷകർത്താക്കൾ, ഇന്തും വേണ്ടി രക്ഷകർത്താക്കളാണ് ഇന്നലെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടേക്കുന്നത്. അവർ അധ്യാപകർ എല്ലാവരും ഡിപ്രഷനാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ, ഇവരിൽ 3 പേരും ഒരേ ഘടനയിൽ പോകുന്നവരാണ്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ഇവരെല്ലാവരും വേദനിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അന്നേരം വളരെ ഉചിതമായ തീരുമാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുക. നല്ല രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് സമയം കൊടുക്കണം. അല്ലാതെ പെട്ടെന്നൊരു നിയമം കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ട് നിങ്ങൾ ഏതിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുന്നൊക്കെ പറഞ്ഞാൽ, ഈ കുട്ടികളുടെ ഒരു കാര്യം ഏത് സർക്കാരായാലും ആലോചിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു പാർട്ടിയിലോ ഒന്നിലും ഞാൻ ഉള്ളൊരു വ്യക്തിയല്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം. ഇപ്പോഴത്തെ പ്ലസ് 2 കുട്ടികൾ 17 വയസ്സാണ്. ഈ പ്ലസ് 2 കുട്ടികൾ ആണ് അടുത്ത 18 വയസ്സാകുന്നത്. 18 വയസ്സിൻ്റെ പ്രത്യേകത, അവർ പ്രായപൂർത്തിയാകുന്നു എന്നതിനോടൊപ്പം വോട്ടവകാശമുള്ള കുട്ടികളാവും. ഈ ചെയ്യുന്നതിനെല്ലാം ഇവർ പണ്ടത്തെ കൂട്ട് കൊച്ചു പിള്ളേരുടെ ബുദ്ധി, അല്ലെങ്കിൽ പണ്ടത്തെ കൂട്ട് അല്ല, ന്യൂ ജനറേഷൻ പിള്ളേരാണെങ്കിൽ ഇവർ കിടുകാച്ചി പിള്ളേരാണ്. 8ൻ്റെ പണി തിരിച്ചും തരും. ഇപ്പോൾ എത്രയൊക്കെ പണി കൊടുക്കുന്നുണ്ടോ, അത് 8ൻ്റെ പണിയാണെങ്കിൽ അത് 16ൻ്റെ പണി അല്ലെങ്കിൽ 36ൻ്റെ പണിയായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ത്രാണിയുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ പ്ലസ് 1 പ്ലസ് 2 ന്യൂജൻ പിള്ളേരെന്ന് പറഞ്ഞാൽ. നിങ്ങൾ കളിയാക്കി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് പണി തരാനും അവർക്ക് വോട്ടവകാശത്തോടെ അവർക്കുണ്ട്. അത് നിങ്ങൾക്കും ദോഷമാണ്, ഏത് പാർട്ടിക്കായാലും. കാരണം ഇത് പാർട്ടി ഇതായിട്ടൊന്നും ബന്ധപ്പെട്ട് ഏത് പാർട്ടി ആയിക്കോട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കുക. നമുക്കും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് തീരുമാനങ്ങൾ ഉചിതമായിട്ട് എടുക്കുക. ചുമ്മാതല്ല കുഞ്ഞുങ്ങൾ UK-യിലോട്ടും കാനഡയിലോട്ടും ഒക്കെ പോകുന്നത്. വിദ്യാഭ്യാസ രീതി മൊത്തത്തിൽ തകിടം മറിഞ്ഞ് വൃത്തികേടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പോകുന്നതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അന്നേരം നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉറപ്പായിട്ടും വിദ്യാഭ്യാസം എടുക്കുമെന്ന് ഉറപ്പോടുകൂടി മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.